ഞാനുണ്ടല്ലോ ഈ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് ഇഷ്ടം അങ്ങനെ പൂക്കളൊക്കെ പൂത്ത് നിൽക്കുന്ന ചെടികളും അതുപോലെ ഫ്രൂട്ട്സൊക്കെ കാച്ച് നിൽക്കുന്ന മരങ്ങളൊക്കെ കാണാം. പക്ഷേ എനിക്കൊന്നും മേടിക്കാൻ തോന്നിയിട്ടില്ല. പക്ഷേ ഇതാ ജീവിതത്തിൽ ആദ്യമായിട്ട് ആശിച്ച് മോഹിച്ച് അടിച്ചു വെച്ച ഒരു സംഭവമാണ് കേട്ടോ ഇത്. മിറാക്കിൾ ഫ്രൂട്ട് ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇത് കഞ്ഞി കാച്ചതാണ് കേട്ടോ. അതും ഒരു ചെറിയൊരു കുരുപ്പ് ഒരു ഞമ്മലിനെ കണക്കത്തൊരു ഫ്രൂട്ടും 3 പേരും. ഇത് വർക്കിംഗ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു കുഞ്ച, ഇതാ ഏറ്റവും ചെറുത്. ശരിയാട്ടാ, ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കഞ്ഞി കാച്ചുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും, ഇത് കഴിച്ചിട്ട് പുളിപ്പുള്ള കഴിക്കുമ്പോൾ മധുരിച്ച് തോന്നും, അപ്പോൾ എങ്ങനെയാണ് ഇത് എന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. അതോ ഒരു ഒരു ചെറിയ ഒന്നേ കിട്ടുള്ളൂ. ആദ്യമേ മുന്നേ പുളിഞ്ചിക്കൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ. ഇതാ ഈ ഒരു ചെറു കടി മാത്രം കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കല്ല, ഉമ്മയ്ക്കും മുന്നാക്കും അതുപോലെ തന്നെ കേട്ടോ. ചെറിയൊരു കടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ കുരു നമുക്ക് കഴിക്കാൻ പറ്റില്ല. അതാ ഇങ്ങനെ കയ്യിലെടുക്കുക. അതാ ഇങ്ങനെയാണ് നമ്മൾ പുളിഞ്ചിക്ക കഴിക്കുന്ന ഒരു എക്സ്പ്രഷൻ നോക്കിക്കോണേ. ഒരു മധുരം ഉണ്ടല്ലോ ഉള്ളിന്ന്. എവിടെ നോക്കണം, ഇങ്ങോട്ട് നോക്ക് എക്സ്പ്രഷൻ. എവിടെ ഒരു കടി ഇങ്ങോട്ട് അടിച്ചേ, കള്ളത്തിനും പറയണ. ഓ യാ മോനെ മൂടോട് കൊടുത്തു. പുളിയുണ്ടോ? മൊത്തം ഇടുമ്പോ, അല്ലാത്തപ്പോ ഇല്ല. ആള് പറഞ്ഞ ശരി തന്നെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും അങ്ങനെ പുളിഞ്ചിക്ക് കഴിച്ചു നോക്കി കേട്ടോ. ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം മധുരം പറഞ്ഞ് ഇറ്റ് ഈസ് മിറാക്കിൾ. സത്യം പറഞ്ഞാൽ ഒരു ചെറു കടി മാത്രമാട്ടോ എനിക്ക് മിറാക്കിൾ ഫ്രൂട്ടിൽ നിന്ന് കിട്ടിയത്. എനിക്ക് മാത്രമല്ല, മുന്നാക്കും ഉമ്മയ്ക്കും അതുപോലെ. പക്ഷേ എന്നിട്ട് പോലും ഇത്രയും മധുരം തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട് ഫുള്ള് കഴിച്ചെങ്കിലോ, സത്യം പറഞ്ഞാൽ ഇതൊരു മിറാക്കിൾ തന്നെ.